പ്രണവിന് പിന്നാലെ മോഹൻലാലിന്റെ മകൾ വിസ്മയയും വെള്ളിത്തിരയിലേക്ക് എത്തുകയാണ്. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന സിനിമയിലൂടെയാണ് വിസ്മയുടെ അരങ്ങേറ്റം. ആശീർവാദ് സിനിമയുടെ 37ാം സിനിമയായിരിക്കും ഇത്. ഇതൊരു നിയോഗമെന്നാണ് സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ആദ്യം പ്രതികരിച്ചത്. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. സലിം, തുടക്കം എന്ന സിനിമയിലൂടെ വിസ്മയ തുടങ്ങാൻ പോകുന്നു. അതിന്റെ പ്രഖ്യാപനം അല്പസമയത്തിനകം മോഹൻലാൽ തന്നെ നടത്തും എന്ന് ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിന, ആ സിനിമയുടെ പേരാണ് ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കാത്തിരുന്നത്. അത് ഏത് സിനിമ, അതിൽ മോഹൻലാൽ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും സസ്പെൻസ് നിലനിർത്തുമ്പോൾ മോഹൻലാലിന്റെ മകൾ ഇതാദ്യമായി മലയാള സിനിമയിലേക്ക് എത്തുന്നു. അത് ഇൻഡസ്ട്രിയൽ ഹിറ്റ് സംവിധായകനായ ജൂഡ് ആന്റണി ജോസഫിനൊപ്പമാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ്. 2018 എന്ന സിനിമ അത് മലയാളത്തിലെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച സിനിമയായിരുന്നു. അതിനുശേഷം ആ റെക്കോർഡുകൾ തിരുത്തിയത് മോഹൻലാലിന്റെ തുടരുമാണ്. ഇപ്പോൾ തുടരുമിന് ശേഷം 2018 ശേഷം എത്തുന്ന സിനിമയുടെ പേരിൽ പോലുമുണ്ട് കൗതുകം. തുടക്കം എന്നുള്ളതാണ് സിനിമയുടെ പേര്. മോഹൻലാൽ തുടരും എന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു തുടരുമെന്ന സിനിമയെങ്കിൽ മോഹൻലാലിന്റെ മകൾ കൂടി സിനിമയിലേക്ക് എത്തുന്നു. വിസ്മയ മോഹൻലാലിന്റെ ആദ്യ സിനിമയുടെ പേര് തുടക്കം എന്ന് ഇപ്പോൾ അല്പസമയം മുൻപ് മോഹൻലാൽ തന്നെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ആ സിനിമയിൽ മോഹൻലാൽ ഉണ്ടാകുമോ എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം നേരത്തെ പ്രണവ് മോഹൻലാലിന്റെ ആദ്യ സിനിമയിൽ മോഹൻലാലിന്റെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ഏതെങ്കിലും നിലയിലുള്ള ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടാകുമോ എന്നുള്ളത് കാണേണ്ടതാണ്. മാത്രമല്ല, ആശീർവാദ് സിനിമാസ് ആണ് മോഹൻലാലിന്റെ നിയന്ത്രണത്തിലുള്ള ആന്റണി പെരുമ്പാവൂരിന്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മാണ കമ്പനിയാണ് ആശീർവാദ് സിനിമാസ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിലാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. 37ാമത്തെ സിനിമയാണ്. ആശീർവാദിന്റെ 37ാമത്തെ സിനിമയാണ്. 25 വർഷം മലയാള സിനിമാ മേഖലയിൽ പൂർത്തിയാക്കിയതാണ് ആശീർവാദ് സിനിമാസ്. നരസിംഹം തൊട്ട് തുടങ്ങിയതാണ് ആ യാത്ര. അതിൽ പല വമ്പൻ വിജയ സിനിമകളും നമ്മൾ കണ്ടതാണ്. അതിനൊടുവിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മോഹൻലാലിന്റെ മകളും അതേ ബാനറിൽ തന്നെ ആന്റണി പെരുമ്പാവൂരിന്റെ നിർമ്മാണത്തിൽ ഒരു സിനിമയുമായി എത്തുന്നത്. 2018 ശേഷം ജൂഡ് ആന്റണി ജോസഫിന്റെ സിനിമ ഏത് എന്നുള്ളത് മലയാള സിനിമയിൽ വലിയ ആകാംക്ഷയായി നിലനിന്നിരുന്നു. അതിനിടയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി ആശീർവാദ് സിനിമാസിന്റെ ഒരു സിനിമ ഒരു 5 മണിക്ക് ഒരു സർപ്രൈസ് പുറത്തുവിടാനുണ്ട് എന്നുള്ള തരത്തിലുള്ള അറിയിപ്പ് വന്നത്. അതിനുശേഷം അത് ഏത് സിനിമയാണ്, അത് മോഹൻലാലിന്റെ സിനിമയാകുമെന്നാണ് സ്വാഭാവികമായും കരുതിയത്. ദൃശ്യം 3 ആണോ എന്നതുൾപ്പെടെയുള്ള ഊഹാപോഹങ്ങളൊക്കെ പ്രചരിക്കുകയും ചെയ്തിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ അത് സംബന്ധിച്ച വലിയ ചർച്ച നടക്കുന്നതിനിടയിലാണ് വിസ്മയ മോഹൻലാൽ ആദ്യമായി മലയാള സിനിമയിലേക്ക് എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത്. അതിന് പിന്നാലെ ആ സിനിമ ഏത് എന്നുള്ള ചർച്ച ആരംഭിച്ചു. കൃത്യം 5 മണിക്ക് തന്നെ മോഹൻലാൽ ഫേസ്ബുക്കിലൂടെ ആ ചിത്രത്തിന്റെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടു. അതിനുശേഷം മോഹൻലാൽ അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ മകൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതിനൊപ്പം തന്നെ സിനിമയുമായുള്ള പ്രണയബന്ധം ദീർഘകാലം നിലനിർത്താൻ കഴിയട്ടെ, അതിനുള്ള തുടക്കം എന്ന സിനിമ എന്നുള്ളതാണ്. ജൂഡ് ആന്റണി ജോസഫ് അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ സിനിമയുടെ ഈ അനൗൺസ്മെന്റ് പോസ്റ്റർ ഷെയർ ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇതൊരു നിയോഗമായി കാണുകയാണ്. ലാലേട്ടനും സുജിച്ചേച്ചിയും ആദ്യ സിനിമ, വിസ്മയയുടെ ആദ്യ സിനിമ, മായയുടെ ആദ്യ സിനിമ തന്നെ വിശ്വസിച്ചേൽപ്പിക്കുമ്പോൾ ആ കണ്ണുകളിൽ നിറയെ സന്തോഷവും തിളക്കവും കണ്ടതാണ്. ആ പ്രതീക്ഷ കൈവിടില്ല, നിരാശപ്പെടുത്തില്ല ലാലേട്ട ചേച്ചി എന്നുള്ളതാണ് ജൂഡ് ആന്റണി ജോസഫ് പറയുന്നത്. കൂടുതൽ അവകാശവാദങ്ങളൊന്നുമില്ല, ഒരു കൊച്ചു സിനിമയാകും, തൻ്റെ മനസ്സു പറയുന്ന സിനിമകളാകും ഞാൻ ചെയ്തിട്ടുള്ളത്, ഇന്നും അങ്ങനെ തന്നെ എന്നുള്ളതാണ് ജൂഡ് ആന്റണി ജോസഫും ഇതുമായി ബന്ധപ്പെട്ട് കുറിപ്പിൽ പറയുന്നത്. നിലവിൽ മറ്റേതെങ്കിലും തരത്തിൽ ആ സിനിമയിൽ ഒരു നായികാ പ്രാധാന്യമുള്ള സിനിമയാണ് എന്നുള്ളതാണ് പോസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ആ സിനിമയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പേര് വിവരങ്ങളില്ല. വിസ്മയ മോഹൻലാൽ തുടക്കം എന്ന് മാത്രമാണ് നിലവിൽ ആ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, മോഹൻലാൽ ആ സിനിമയിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നിലവിൽ സംശയം തുടരുമ്പോഴും മോഹൻലാലിന്റെ പേരും മറ്റും ആ സിനിമയുടെ പോസ്റ്ററിൽ ഇല്ല. ആശീർവാദ് സിനിമാസ് ആന്റണി പെരുമ്പാവൂർ സെലിബ്രേറ്റ്സ് വിസ്മയ മോഹൻലാൽ തുടക്കം എന്നുള്ളതാണ് ആ സിനിമയുടെ പോസ്റ്ററിൽ പറയുന്നത്. അതിന് പിന്നാലെ ഒരു ഹാഷ്ടാഗ് പോലെ ദ ബിഗിനിങ് എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. അതായത് മലയാള സിനിമയിൽ ഒരു തലമുറ മാറ്റത്തിനുള്ള സൂചന. നേരത്തെ മോഹൻലാലിന്റെ മകൻ മലയാള സിനിമയിലേക്ക് എത്തുന്നതും ആ നിലയിൽ തന്നെയായിരുന്നു. ആദി എന്ന ജിത്തു ജോസഫ് സിനിമയിലൂടെയാണ് മോഹൻലാലിന്റെ മകൻ ആദ്യമായി മലയാളത്തിലേക്ക് എത്തുന്നത്. അന്ന് മോഹൻലാൽ ആ സിനിമയിൽ ഒരു ഗസ്റ്റ് അതിഥി വേഷം ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നാലെ സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡിയർ മായക്കുട്ടി, മേ യുവർ തുടക്കം ബി ജസ്റ്റ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ലൈഫ് ലോങ് ലവ് അഫെയർ വിത്ത് സിനിമ എന്ന രീതിയിലാണ് മോഹൻലാലിന്റെ പോസ്റ്റ്.